ഈ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എന്ന് വെച്ചാൽ അത് യൂത്ത് കോൺഗ്രസ് സംഘമാണ്. അതിനെ DYFI ഭയപ്പെടുന്നുണ്ട്, CPI ഭയപ്പെടുന്നുണ്ടെന്ന് അവർക്കെതിരായിട്ടുള്ള ആക്രമണം തന്നെ നമുക്ക് ആലോചിച്ചറിയാം. സാധാരണഗതിയിൽ ഈ കോൺഗ്രസിൻ്റെ യുവനിര വളർന്നു വരുന്നതിൽ DYFIക്കൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടായാൽ ശരിയാണ്. കോൺഗ്രസിൻ്റെ യുവജന നിരയെ തടയിടുക എന്നുള്ള ഇവരുടെ ആവശ്യമാണ്. കാരണം വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭീഷണിയായിട്ട് വരുന്ന കോൺഗ്രസിലെ യുവനിരയാണ്. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്ന ഒരു യുവനിര കേരളത്തിൽ കോൺഗ്രസിൽ വളർന്നിട്ടുണ്ട്. ആ വളർച്ചയുള്ള യുവനിര ഇവർക്കെതിരായിരിക്കും, സംശയം വേണ്ട. അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഒരു സംഘമുണ്ട് പോലും. ഇനി മാധു പറഞ്ഞു ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിന്റെ സംഘത്തിനും സാധ്യമാകുന്നത് പോലെ ഷോ കാണിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല. ഷോയ്ക്കേ ഞങ്ങളില്ല, ആ ഷോയ്ക്കേ ഞങ്ങളില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ 60കളിലെ യൂത്ത് കോൺഗ്രസിന്റെ അതേ പ്രതാപകാലത്തേക്ക് ഒരു സംഘം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് 2025 നാം. ഏത് 2025? ഇന്ന് നമ്മൾ ചർച്ചയ്ക്കിരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ പറഞ്ഞ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു സംഘടന. ആ സംഘടന 60കൾക്ക് സമാനമാം വിധം എന്താ പറയാ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ശ്രീകുമാർ പറയുമ്പോ, അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസുകാരെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയണം. അങ്ങനെ ആവണം പോലും. അങ്ങനെ ആകാൻ വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യരിന്ന് തങ്ങളുടെ കുട്ടികളോട്, ഈ നാട്ടിലെ യുവാക്കളോട് പറയോ? എങ്ങനെയാകരുത് ഒരു സംഘടന എന്നുള്ളതിന്റെ മാതൃകയായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കല്ലേ? എന്താ ഈ പറഞ്ഞ ഇന്ന് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം പകൽ വെളിച്ചം കാണാതിരിക്കുക. ഇപ്പൊ ഇന്നത്തെ സംഭവത്തിൽ ഏറ്റവും ഗുണം കിട്ടിയത് നാളുകൾക്കിപ്പുറം 2 മാസത്തിനിപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആശാനെ ഒന്ന് പോയി നേരിട്ടടുത്ത് കാണാൻ കഴിഞ്ഞു, ഒന്ന് തൊടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് കിട്ടിയ ഏക ഗുണമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് ആകാനാണോ അങ്ങ് ഈ നാട്ടിലെ യുവാക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്? വയനാട് ഫണ്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യരുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ പണപ്പിരിവ് നടത്തിയ ആളുകളല്ലേ യൂത്ത് കോൺഗ്രസ്. എത്ര കോടി ഉറുപ്പ്യ പിരിച്ചു? ഈ പിരിച്ച പണം എവിടെ? ഈ പണം ബാംഗ്ലൂർ ഉൾപ്പെടെ, ഹൈദരാബാദ് ഉൾപ്പെടെ, ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള 5 നക്ഷത്ര ഹോട്ടലുകളുടെ മേശവിരിപ്പിനകത്ത് കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്? ബാംഗ്ലൂരിലുള്ള വിവിധ ഗർഭചിത്രം നടത്തുന്ന മെഡിക്കൽ ക്ലിനിക്കുകളിൽ കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്? ആ യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടി ഷാഫി പറമ്പിൽ അങ്ങ് പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടിയിട്ടാണോ അങ്ങ് കേരളത്തിലെ യുവാക്കളോട് പറയുന്നത്? വയനാട് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാട്ടിൽ നടന്ന് ആക്രി വരിക്കുകയും വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയും മണ്ണിലിറങ്ങി പണിയെടുത്തും 100 വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ഒരു പ്രയാസം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയ DYFIയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ മാതൃകയാക്കുന്നതിന് വേണ്ടി? അങ്ങനെ മാതൃകയാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ യുവതയ്ക്ക് താല്പര്യമില്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കിക്കോ. ഇനിയിപ്പോ ഈ പറഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ വ്യക്തമാക്കുന്നത് തന്നെയാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ, ഷാഫി പറമ്പിലിന്റെ കോൺഗ്രസ് ധാരയിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് താല്പര്യമില്ല എന്ന് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ അടിവരയിട്ട തെരഞ്ഞെടുപ്പുകൾ ഇന്നലെ കേരള സർവകലാശാലയിലും മിനിഞ്ഞാന്ന് കാലിക്കറ്റ് സർവകലാശാലയിലും അതിനു മുൻപ് MGയിലും കണ്ണൂരിലും ഒക്കെ കണ്ടത്. ഇനി അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പൊ ഷാഫിയുടെ മൂക്കുന്ന് എന്താ പറയാ വെള്ളം വന്നു എന്ന് പറഞ്ഞു. വളരെ സ്വാഭാവികമായി നാട്ടിലെ മനുഷ്യർക്ക് സംശയം തോന്നും. കാരണം കോൺഗ്രസ് ആണ്. ഇതേ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടത്, ഇപ്പൊ കാലിക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, ഷാഫി എന്ന് കേശുവിന്റെ നേതാവാ, കാലിക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ രാവിലെ ഷാഫി വരും, ഒരു ലെതർ ചെരുപ്പിട്ട് കയ്യിലൊരു ബ്ലാക്ക്ബെറിയുടെ ഫോണൊക്കെ ആയിട്ട് ഷാഫി വരും. ഉച്ചയ്ക്ക് വോട്ടെണ്ണലിന്റെ സമയമാകുമ്പോഴേക്കും ഷാഫി പോയിട്ട് വീണ്ടും വരും. കാലിലപ്പോ ഹവായി ചെരുപ്പായിരിക്കും, കയ്യിലെ നോക്കിയുടെ 1100 ആയിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് തോൽക്കും, ഒരു ഉന്തും തള്ളുണ്ടാവും, സംഘർഷം ഉണ്ടാകുമ്പോഴേക്കും റിയാസ് മുക്കോളി ഓടി വരും പോലും. റിയാസ് മുക്കോളി ഓടി വന്നിട്ട് ഷാഫിയുടെ മുണ്ട് പറിക്കും, മനോരമക്കാരൻ ഫോട്ടോ എടുക്കും. പിറ്റേ ദിവസത്തിൽ മുണ്ടഴിഞ്ഞു കിടക്കുന്ന ഷാഫിയുടെ പടം മനോരമ പത്രത്തിന്റെ ഫ്രണ്ടിൽ വരും. ഇതാണ് ഷാഫി പറമ്പിലിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ടുള്ള ഇടപെടൽ. അങ്ങനെ ഇടപെടലുള്ള ഒരാള് സ്വാഭാവികമായും ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടിലെ മനുഷ്യർക്ക് സംശയം തോന്നും. നേരത്തെ പ്രേംകുമാർ മാഷി പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ പോലെ പരിക്ക് പറ്റിയെന്ന ബേബി മെമ്മോറിയലിന്റെ മെഡിക്കൽ ബുള്ളറ്റിനെ വിശ്വസിക്കുന്ന ഘട്ടത്തിലും പരിക്ക് പറ്റിയത് കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസുകാരനെയും കൈവിട്ട് കൊണ്ടിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം വരിക എന്നുള്ളത് വളരെ സ്വാഭാവിക.